നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 125 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വീതി കൂട്ടി നിർമ്മിക്കുന്ന പട്ടാമ്പി തൃത്താല കുമ്പിടി കുറ്റിപ്പുറം റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭഘട്ടം ആരംഭിച്ചു. 102 കോടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിയുടെ കണക്ടിംഗ് റോഡ് ചേരുന്ന കുമ്പിടി ജംഗ്ഷന്റെ വികസനവും സ്ഥലവും ഇതോടൊപ്പം നടക്കും. പദ്ധതി നടത്തിപ്പിന്റെ ആദ്യഘട്ടമെന്നോണം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്റ് കാര്യവകുപ്പ് മന്ത്രി MB രാജേഷിന്റെ നിർദ്ദേശപ്രകാരം റവന്യൂ ഉദ്യോഗസ്ഥർ, മന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങൾ, ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർമാർ എന്നിവർ ഉൾപ്പെട്ട സംഘം സ്ഥല പരിശോധന നടത്തി. ഗതാഗത തടസ്സം ഇല്ലാത്ത രീതിയിൽ കുമ്പിടിയിലെ ജംഗ്ഷൻ വികസനം നടത്താൻ സന്ദർശനത്തിൽ ധാരണയായി. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലായി റെയിൽവേ മൂന്നാം പാതയ്ക്ക് വേണ്ടിയുള്ള സർവേ ആരംഭിച്ചു. നിർദ്ദിഷ്ട പാത പൂർണ്ണമായും നിലവിലേതിന് സമാന്തരമാകില്ല എന്നാണ് സർവേ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. തിരുവനന്തപുരം ഡിവിഷനിലെ എറണാകുളം, ഷൊർണൂർ, പാലക്കാട് ഡിവിഷനിലെ ഷൊർണൂർ, കോയമ്പത്തൂർ, ഷൊർണൂർ, മാംഗ്ലൂർ എന്നിവിടങ്ങളിലാണ് റെയിൽവേ സർവേ നടത്തിയത്. ഇതിൽ കോയമ്പത്തൂർ ഷൊർണൂർ പാത പൈങ്കുളം ഭാഗത്ത് ഭാരതപ്പുഴയ്ക്ക് കുറുകെ വന്ന് വാഴാലിക്കാവിനടുത്തുകൂടിയാണ് കടന്നു പോകുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിലെ പാതയ്ക്ക് സമാന്തരമായി മറ്റൊരു പാത നിർമ്മിച്ചാൽ ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സാധ്യമാവില്ല എന്ന പഠന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമാന്തരമല്ലാതെ മറ്റൊരു പാത നിർമ്മിക്കാൻ റെയിൽവേ ഒരുങ്ങുന്നത്. എന്നാൽ ഇത് ഉടനെ നടപ്പാകില്ലെന്നും വ്യക്തമായ പദ്ധതി റിപ്പോർട്ട് പോലും ആയിട്ടില്ല എന്നും മൂന്നാം പാത വന്നാൽ പോലും വേഗത വർദ്ധിപ്പിക്കാൻ സാധ്യമാകില്ല എന്നും മുൻ റെയിൽവേ ജീവനക്കാരനായ കെ ശശിധരൻ പറയുന്നു. ഷൊർണൂരിനും എറണാകുളത്തിനും ഇടയിൽ 234 എക്സ്പ്രസ് പാസഞ്ചർ വണ്ടികളാണ് ഷൊർണൂർ ബി ക്യാമ്പിൻ്റെയും എറണാകുളത്തിൻ്റെ ഇടയിലുള്ളത്. അതിൻ്റെ പുറമെ ഗുഡ്സ് ട്രെയിനുകളും ലൈറ്റ് എഞ്ചിനുകളും ബാലാസ്റ്റ് ട്രെയിനുകളും ഒക്കെ ആയിട്ട് ഒരു ദിവസം 104-105 വണ്ടി ഡെയിലി എന്നോണം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പുതിയ ട്രെയിനുകൾക്ക് തരാത്തതിൻ്റെ കാരണം അതാണ്. ഇതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ മൂന്നാം പാതയും നാലാം പാതയും എത്രയും പെട്ടെന്ന് വേണമെന്ന് എന്നുള്ള ആവശ്യമാണ് ഉയർത്തപ്പെടേണ്ടത്. നിലവിൽ കണ്ടുവരുന്ന പരിചയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഷൊർണൂരിനും എറണാകുളത്തിനും ഇടയിലുള്ള ഈ മൂന്നാം പാത ഇനിയും ഒരു 10 കൊല്ലെങ്കിലും പിടിക്കും യാഥാർത്ഥ്യമാവാൻ. ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളും ഷൊർണൂർ, പാലക്കാട്, എറണാകുളം മേഖലകളിൽ കൂടി കടന്നുപോകുന്ന ട്രെയിനുകളുടെ എണ്ണം കൂടുതലായതിനാലുമാണ് ഇത് സാധ്യമാകാത്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെയുള്ള വളവുകൾ ഉള്ളതിനാൽ നിലവിലെ പാതയ്ക്ക് സമാന്തരമായി മറ്റൊരു പാത എന്നത് അപ്രായോഗികമാണെന്ന് റെയിൽവേ വ്യക്തമാക്കുന്നു. ചെറുതുരുത്തി, പൈങ്കുളം, തൊഴുപ്പാടം എന്നീ പ്രദേശങ്ങളിൽ മണ്ണ് പരിശോധനയും നടന്നു വരുന്നുണ്ട്. ഷൊർണൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള പുതിയ പാതയിൽ 3 പുറമെ 4മതൊരു പാതയ്ക്കായുള്ള സ്ഥാനനിർണയ സർവേയും നടക്കുന്നുണ്ടെന്ന് റെയിൽവേ വൃത്തങ്ങൾ പറയുന്നു. CCTV ന്യൂസ്, തളി. ടൂറിസം രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിനൊരുങ്ങി തൃത്താല വെള്ളിയാങ്കല്ല് ചാഞ്ചേരിപ്പറമ്പ് ടൂറിസം പദ്ധതിക്ക് 3.95 കോടിയുടെ ഭരണാനുമതിയായി. കയാക്കിംഗ് ഉൾപ്പെടെയുള്ള ടൂറിസം സാധ്യതകൾക്കാണ് ഇതോടെ വഴിതെളിയുന്നത്. തൃത്താല നിയോജക മണ്ഡലത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ വെള്ളിയാങ്കല്ലിൽ മറ്റൊരു ടൂറിസം പദ്ധതിക്ക് കൂടി സർക്കാർ അനുമതിയായതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി അറിയിച്ചു. ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ജലവിഭവ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ചാഞ്ചേരിപ്പറമ്പിലാണ് 3.95 കോടി രൂപ വകയിരുത്തി പുതിയ പദ്ധതി വരുന്നത്. തൃത്താല MLAയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കൂടിയായ MB രാജേഷിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ തയ്യാറാക്കിയ പദ്ധതിക്കാണ് അനുമതിയായത്. സൈക്കിൾ ട്രാക്ക്, കുട്ടികളുടെ പാർക്ക്, വാക്വേ, സ്കേറ്റിംഗ് റിംഗ്, റെസ്റ്റോറന്റ്, ഫുഡ് കിയോസ്കുകൾ, കയാക്കിംഗ് ജെട്ടി മുതലായവ ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഭാഗമായി നിർമ്മിക്കും. ആഗസ്റ്റ് ആദ്യവാരം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വെള്ളിയാങ്കല്ലിലെ ജലവിഭവ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി പദ്ധതി നടത്തിപ്പിനായി പ്രത്യേക അനുമതി നേടിയാണ് ഈ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. CCTV ന്യൂസ്, തൃത്താല. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് യൂത്ത് വിംഗ് കമ്മിറ്റിയും ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്ററും പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് ഈ മാസം 13 സംഘടിപ്പിക്കുന്നുവെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി GMLP സ്കൂൾ വെച്ച് നടത്തുന്ന ക്യാമ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു.
ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ JCI പട്ടാമ്പിയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് പട്ടാമ്പി യൂണിറ്റും സംയുക്തമായി പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് ജൂലൈ 13 ശനിയാഴ്ച രാവിലെ മുതൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുക. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് JCI പട്ടാമ്പിയും KBVS യൂത്ത് വിംഗ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ടെങ്കിലും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുകയാണ് ഈ തവണ. അത് കൂടുതൽ ആളുകളെ അതിലേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സംയുക്തമായിട്ട് ഇത് ചെയ്യുന്നത്. അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് KBVS പാലക്കാട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ ബാബു കോട്ടയിലാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കമ്മിറ്റിയും ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്ററും നടത്തിവരുന്ന വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളെയും വ്യാപാരി കച്ചവടത്തിലെ മറ്റ് സ്റ്റാഫുകളെയും ബന്ധപ്പെട്ട് വലിയൊരു പങ്കാളിത്തത്തോടുകൂടി മുന്നിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം ഉച്ചയ്ക്ക് 1 മണി വരെയാണ് നമ്മൾ ഈ പരിപാടി നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് പ്രസിഡന്റ് സനൂപ്, സെക്രട്ടറി അബ്ദുൾ ഖാദർ, JCI പട്ടാമ്പി പ്രസിഡന്റ് അബ്ദുൾ റഫീഖ്, പ്രോഗ്രാം ഡയറക്ടർ ശാന്തിനി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. എല്ലാ ഗ്രൂപ്പിലുള്ള ബ്ലഡിന്റെയും ഭയങ്കര ഷോർട്ടേജ് ആണ് എന്നുള്ളതാണ് അവർ നമ്മളോട് പറഞ്ഞത്. മാക്സിമം എത്ര യൂണിറ്റ് ബ്ലഡ് വേണമെങ്കിലും അവരെടുക്കാൻ തയ്യാറാണ്. സമയമൊന്നും അവർക്കൊരു ഇതേ അല്ല എന്നാണ് അവർ പറഞ്ഞത്. അത് കാരണം കൊണ്ട് എല്ലാ പട്ടാമ്പിയിലുള്ള അല്ലെങ്കിൽ ഇതിന്റെ സമീപപ്രദേശത്തുള്ള എല്ലാ ആളുകളെയും ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യാണ്. ബ്ലഡിന്റെ ഷോർട്ടേജ് ഭയങ്കര കൂടുതലാണ് എന്നുള്ളതാണ് അവരുടെ ഒരു അഭിപ്രായം. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചാലിശ്ശേരി പഞ്ചായത്തിലെ കാക്കശ്ശേരി കോതമംഗലം പാടശേഖരത്തിൽ 1ാം വിള കൃഷിയുടെ നടീൽ പൂർത്തിയായി. വേനൽ മഴ കനത്തതും തുടർന്നുള്ള കാലവർഷത്തിന്റെ വരവും കാരണം പൊടിവിത ഒഴിവാക്കി ഞാറ്റടി തയ്യാറാക്കിയാണ് ഇത്തവണ കൃഷിയിറക്കിയത്. 1ാം വിള മിക്ക കർഷകരും ഉപേക്ഷിച്ചെങ്കിലും പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഇരു പാടശേഖരങ്ങളിലുമായി 35 ഏക്കർ സ്ഥലത്താണ് വിരിപ്പു കൃഷിയുടെ നടീൽ പൂർത്തീകരിച്ചത്. ഇതിനായി കിലോയ്ക്ക് 42 രൂപ നിരക്കിൽ പട്ടാമ്പി നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുമാണ് വിത്ത് വാങ്ങിയത്. മുൻ വർഷങ്ങളിൽ കുറഞ്ഞ ചെലവിൽ നടന്നിരുന്ന വിരിപ്പു കൃഷിക്ക് ഈ വർഷം വലിയ സാമ്പത്തിക ചെലവാണുണ്ടായത്. അനുകൂലമായ കാലാവസ്ഥ ലഭിക്കുകയും കീടബാധ വരാതിരിക്കുകയും ചെയ്താൽ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് കർഷകർക്കുള്ളത്. കടവല്ലൂർ പഞ്ചായത്തിലുള്ള ഒറ്റപ്പിലാവ് പാടശേഖരത്തിൽ ഇന്നു മുതൽ 1ാം വിളയ്ക്കുള്ള നടീൽ ആരംഭിക്കും. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതിനാൽ വിരിപ്പു കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങിയ കർഷകരാണ് നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ചിലരുടെ ധനസഹായത്തിൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. CCTV ന്യൂസ് പെരുമ്പിലാവ്. പിണറായി സർക്കാർ പൗരാവകാശങ്ങൾ ലംഘിക്കുന്നുവെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA സമദ്. പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് സംഘർഷാവസ്ഥയ്ക്കും ഇടവരുത്തി. പിണറായി സർക്കാർ പൗരാവകാശങ്ങൾ ലംഘിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA സമദ്. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതിന് കഴിയില്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും MA സമദ് പറഞ്ഞു. പിണറായിയെ CPM-കാർക്ക് ഭയമുണ്ടാകാം. പിണറായിയെ കാണുമ്പോ CPM-കാര് കവാത്ത് മറന്നേക്കാം. പക്ഷെ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ മാത്രം ഭീരുക്കളല്ല മുസ്ലിം യൂത്ത് ലീഗും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മിനിമം ഒരു കാര്യം, നിങ്ങളുടെ ക്ലിപ്പ് ഹൗസിലെ
പശുവിനുള്ള രക്ഷയെങ്കിലും സുരക്ഷിതത്വമെങ്കിലും സൗകര്യമെങ്കിലും കേരളത്തിലെ മനുഷ്യർക്ക് നൽകാൻ നിങ്ങൾ തയ്യാറാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. സാധാരണക്കാരന് നൽകേണ്ട ആനുകൂല്യങ്ങൾ സപ്ലൈകോയിൽ സാധനങ്ങളില്ല. ഭക്ഷ്യമന്ത്രി പറയുന്നു സപ്ലൈകോയിൽ സാധനങ്ങളുണ്ട് എന്ന്. എന്നാൽ സപ്ലൈകോയിൽ പോകുന്ന മാധ്യമ പ്രവർത്തകർ തന്നെ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്നു, അവിടെ സാധനങ്ങളില്ല. റേഷൻ കടകളിൽ സാധാരണ മനുഷ്യർക്ക് അഭയകേന്ദ്രമാണ്, അവിടെ നേരെ ചൊവ്വേ സാധനങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുന്നില്ല. സാങ്കേതിക തകരാറ് മൂലം ദിവസങ്ങളോളം ഭക്ഷ്യവസ്തുക്കൾ കിട്ടാത്ത ദുരവസ്ഥ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആർക്കാണ് സുഖമെന്ന് ചോദിച്ചാൽ ഭരണകൂടത്തിന്റെ തണലിൽ വിലസുന്ന മാഫിയകൾക്കും സംഘങ്ങൾക്കും മാത്രമാണ് കേരളത്തിൽ ഇപ്പോ രക്ഷയുള്ളത്. കുട്ടികൾക്ക് രക്ഷയില്ല, സ്ത്രീകൾക്ക് രക്ഷയില്ല. ഇന്നലെ നിയമസഭയിൽ കെ രമ കൊണ്ടുവന്ന ഒരു സബ്മിഷൻ പോലും കേൾക്കാനുള്ള മറുപടി പറയാനുള്ള മനസ്സ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിച്ചില്ല. മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച താലൂക്ക് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MA സമദ്. മേലെ പട്ടാമ്പി കൽപ്പക ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. ഇത് നേരിയ സംഘർഷാവസ്ഥയ്ക്കും ഇടവരുത്തി. ഇസ്മയിൽ വിളയൂർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി CA സാജിദ് സമരത്തിനാധാരമായ വിഷയങ്ങൾ സംസാരിച്ചു. PT മുഹമ്മദ് മാസ്റ്റർ, E മുസ്തഫ മാസ്റ്റർ, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാംതടം, KA റഷീദ്, KM മുജീബുദ്ദീൻ, PM സൈഫുദ്ദീൻ, K ഹംസ, MKM ഹനീഫ, TP ഹസൻ, ഷബീർ തോട്ടത്തിൽ, PKM ഷഫീഖ് പുഴയ്ക്കൽ, ഷിഹാബ് കരിമ്പുള്ളി, VK ജാസിർ, മൻസൂർ പാലത്തിങ്ങൽ, VP ഇസാൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്ര പാർക്ക്. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരുടെയും PTയുടെയും നാട്ടുകാരുടെയും എല്ലാം നേതൃത്വത്തിലാണ് ശാസ്ത്ര പാർക്ക് ഒരുക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളിൽ ശാസ്ത്ര പഠനം എളുപ്പമാക്കുക, വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശാസ്ത്ര പാർക്കിന്റെ പ്രവർത്തനം. പാഠഭാഗങ്ങളിലെ ശാസ്ത്ര പരീക്ഷണങ്ങൾ കുട്ടികൾക്ക് നേരിട്ട് പഠനവിധേയമാക്കുവാൻ ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. ആദ്യഘട്ടത്തിൽ ഒരേ സമയം 60-ലേറെ ശാസ്ത്ര പരീക്ഷണം നടത്തുവാൻ കഴിയുന്ന തരത്തിലാണ് ശാസ്ത്ര പാർക്ക് സജ്ജമാക്കിയിട്ടുള്ളത്. നിലവിൽ സ്കൂളിൽ ലാബിന്റെ പരിമിതികൾ ഹൈസ്കൂൾ വിഭാഗം കുട്ടികളെ വലിയ തോതിൽ ബാധിക്കാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്കൂൾ അധികൃതർ ശാസ്ത്ര പാർക്ക് എന്ന പദ്ധതിക്ക് രൂപം നൽകിയത്. 65 ലഘു പരീക്ഷണങ്ങൾക്കടക്കമുള്ള ശാസ്ത്ര ഉപകരണങ്ങൾ ഇവിടെ സജ്ജമാക്കി കഴിഞ്ഞതായി സ്കൂൾ പ്രധാനാധ്യാപിക KT ജലജ സൂചിപ്പിച്ചു. നമുക്ക് ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്ക് പലപ്പോഴും ലാബിന്റെ പരിമിതികൾ നല്ലോണം അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികൾക്ക് ശാസ്ത്ര പഠനം കുറച്ചുകൂടി എളുപ്പമാക്കുക എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനൊരു ശാസ്ത്ര പാർക്കിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നത്. ഏതാണ്ടത് സജ്ജമായി കഴിഞ്ഞു. കുട്ടികളുടെ ശാസ്ത്ര അവബോധം വളർത്താനും അവരുടെ പരീക്ഷണ കൗതുകങ്ങൾക്കൊരു മികവുണ്ടാക്കുക. ഏതാണ്ട് ഒരു 60ഓളം പരീക്ഷണങ്ങൾ നടത്താനുള്ള ഒരേ സമയം നടത്താനുള്ള കാര്യങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി ഈ രണ്ട് വിഷയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പരീക്ഷണം നടത്താനുള്ള ഈ കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത്. പിന്നെ കൂടാതെ അത് മാത്രമല്ല, നമ്മൾ പുറത്തുനിന്നുള്ള കാര്യങ്ങളൊന്നുമല്ല, 8, 9, 10 ടെക്സ്റ്റ് ബുക്കുകളിൽ പാഠപുസ്തകങ്ങളിൽ വരുന്ന അവർക്ക് ചെയ്തു പഠിക്കേണ്ട കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പരീക്ഷണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സ്കൂളിൽ നടന്ന വിദ്യാരംഗം ജില്ലാ സർഗോത്സവത്തിനും ഇതിനായി വേണ്ടിയുള്ള ഫണ്ട് ശേഖരണം നടത്തിയിരുന്നു. മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് സ്കൂളിലെ സയൻസ് അധ്യാപകൻ റഷീദിന്റെ നേതൃത്വത്തിലാണ് ആവശ്യമായ ഉപകരണങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് സ്വയം ചെയ്ത് നോക്കി പഠിക്കാൻ തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം
8, 9, 10 കൂടുതലും ഫിസിക്സിലെ എക്സ്പെരിമെന്റ്സ് ആണ്. 65ഓളം പരീക്ഷണ വസ്തുക്കളാണ് ഈ ഒരു ലാബിൽ ഉൾപ്പെടുത്തിയത്. സമീപ പ്രദേശത്തെ കുട്ടികൾക്കും ഇത് ഉപകാരപ്രദമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇവിടുത്തെ കുട്ടികൾക്ക് മാത്രമല്ല, നമ്മുടെ ഫീഡിംഗ് സ്കൂളുകളുണ്ട്. അപ്പോൾ അത്തരം LP, UP സ്കൂളുകളിലെ കുട്ടികൾക്കൊക്കെ പല സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അവസരം ഒരുക്കിക്കൊണ്ട് അവർക്ക് കൂടി ഇവിടെ വന്ന് കാണാനും ഇതെല്ലാം പരിചയപ്പെടാനും അതുപോലെ മറ്റ് സ്കൂളുകളിലെ അധ്യാപകർക്കും ഒക്കെ തന്നെ അതിനൊരു അവസരം ഉണ്ടാക്കാനും കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. സ്കൂൾ PTA പ്രസിഡന്റ് PP വിനോദ് കുമാർ, പ്രധാനാധ്യാപിക KT ജലജ, PTA വൈസ് പ്രസിഡന്റ് TK ഷുക്കൂർ, SMC അംഗം ഷാഹുൽ അമീദ് തുടങ്ങിയവരുടെ എല്ലാം നേതൃത്വത്തിൽ ശാസ്ത്ര പാർക്കിന്റെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തി. സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി ഭിന്നശേഷി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടു പോകുമായിരുന്ന നിരവധി സഹോദരി സഹോദരങ്ങളെ ഒരു കുടക്കീഴിൽ സ്നേഹസാന്ത്വനം നൽകി സംരക്ഷിക്കുന്ന സഹയാത്രയുടെ പ്രവർത്തനം പുണ്യകർമ്മമാണെന്ന് തങ്ങൾ പറഞ്ഞു. സഹയാത്രയുടെ ഉപഹാരം KN ദിജീത് തങ്ങൾക്ക് നൽകി. ചടങ്ങിൽ VV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് PA സലാം മാസ്റ്റർ, ബാവ ഹാജി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് MM അഹമ്മദുണ്ണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.